ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, പെരിന്തൽമണ്ണ, പട്ടാമ്പി, വളാഞ്ചേരി, രാമനാട്ടുകര. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പട്ടാമ്പി യൂണിറ്റും കോഴിക്കോട് മൈക്രോ ഹെൽത്ത് ലാബും സംയുക്തമായി ഭക്ഷണ പദാർത്ഥങ്ങളും പാനീയങ്ങളും കൈകാര്യം ചെയ്യുന്നവർക്ക് ആരോഗ്യ പരിശോധന നടത്തി ഹെൽത്ത് കാർഡ് എടുത്തുകൊടുക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പട്ടാമ്പി യൂണിറ്റും കോഴിക്കോട് മൈക്രോ ഹെൽത്ത് ലാബും സംയുക്തമായി ഭക്ഷണ പദാർത്ഥങ്ങളും പാനീയങ്ങളും കൈകാര്യം ചെയ്യുന്നവർക്ക് ആരോഗ്യ പരിശോധന നടത്തി ഹെൽത്ത് കാർഡ് എടുത്തുകൊടുക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജൂൺ 25 കാലത്ത് 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ പട്ടാമ്പി കോടതിക്ക് സമീപമുള്ള GMLP സ്കൂളിൽ വെച്ച് നടക്കുന്ന ക്യാമ്പിൽ വെള്ളം പരിശോധിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കോവിഡും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹോട്ടലുകളിൽ നിന്നും ശുദ്ധമായ അതുപോലെ നല്ല രുചികരമായ ഭക്ഷണം നല്ല വൃത്തിയോടും പ്രത്യേകിച്ച് നല്ല ആരോഗ്യത്തോടും കൂടിയുള്ള ഭക്ഷണം കൊടുക്കണമെന്നുള്ളതാണ് ഹോട്ടൽ അസോസിയേഷൻ്റെ പ്രഖ്യാപിത നയം. അതായത് ഹോട്ടൽ അസോസിയേഷൻ്റെ മെമ്പർഷിപ്പ് തന്നെ അനധികൃതമായിട്ടുള്ള കച്ചവടക്കാർക്കില്ല. ലൈസൻസും മറ്റ് ഗവൺമെൻറ് പറയുന്ന എല്ലാ ഇതും പാലിച്ചു പോകുന്ന ആൾക്കാരെ മാത്രമേ ഹോട്ടൽ അസോസിയേഷൻ്റെ മെമ്പർഷിപ്പ് തന്നെ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോരുത്തരായി പോകുമ്പോൾ നമ്മൾ വെള്ളം ടെസ്റ്റ് അതുപോലെ ഹെൽത്ത് കാർഡൊക്കെ എടുക്കുമ്പോൾ അതിന് ഒരുപാട് ചിലവ് വരികയാണ്. അപ്പോൾ അതിനുവേണ്ടി സംസ്ഥാന കമ്മിറ്റി തന്നെ കോഴിക്കോടുള്ള മൈക്രോ ഹെൽത്ത് ലാബ് എന്ന് പറഞ്ഞ ലാബുമായി ടൈഅപ്പ് ചെയ്ത് അതൊരു സംസ്ഥാനത്തുടനീളം ഇതുപോലെയുള്ള ഹെൽത്ത് കാർഡ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ലിക്വിഡോക്സ് എന്ന് പറഞ്ഞ ഒരു വാട്ടർ പ്യൂരിഫയറിൻ്റെ ഷോപ്പുണ്ട് പട്ടാമ്പി മേലെ പെരിന്തൽമണ്ണ റോഡിൽ. അതുപോലെ പെരിന്തൽമണ്ണ സിഗ്നേച്ചർ എന്ന് പറഞ്ഞ ലാബുണ്ട്. അവരാണ് വെള്ളം ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിനൊക്കെ കൂടി ഈ ശനിയാഴ്ച അതായത് 25/1/2025 കോടതിക്ക് സമീപമുള്ള GMLP സ്കൂളിൽ വെച്ചിട്ട് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്. 1964 സംഘടന രൂപീകരിച്ചത്. അസോസിയേഷന്റെ കീഴിൽ സമ്മാന പദ്ധതി, സുരക്ഷാ പദ്ധതി എന്നിവ നടപ്പാക്കി വരുന്നു. ജനുവരി 26 കൊപ്പത്തും യൂണിറ്റ് തുടങ്ങും. അസോസിയേഷനിലെ മെമ്പർമാർക്കും അതേപോലെ തന്നെ അതിന്റെ കുടുംബാംഗങ്ങൾക്കും തൊഴിലാളികൾക്കും എല്ലാവർക്കും വേണ്ടി KHRA സുരക്ഷാ പദ്ധതി എന്നുള്ള ഒരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. അംഗത്തെടുത്തുള്ള അതായത് സുരക്ഷാ പദ്ധതിയിൽ അംഗമായിട്ടുള്ള ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ ആ ആൾക്ക് എല്ലാവരും 100 രൂപ വെച്ചിട്ട് നമ്മളവിടെ കോൺട്രിബ്യൂഷൻ എന്നുള്ള രീതിയിൽ 100 രൂപ വെച്ചിട്ട് കൊടുക്കും. അങ്ങനെ 10 ലക്ഷം രൂപ ഈ മരണപ്പെട്ട വ്യക്തിയുടെ വീട്ടിൽ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് സുരക്ഷാ പദ്ധതി. അങ്ങനെ ഒരു പദ്ധതിയുടെ നമ്മൾ ഈ ഹോട്ടൽ അസോസിയേഷൻ ചെയ്യുന്നുണ്ട്. ഈ 7 മാസം കൊണ്ട് 19 ആൾ മരണപ്പെടുന്നാൽ 6 ആളെ പൈസ കൊടുക്കില്ല. ഇത് ബാക്കിയുള്ള ആൾക്കാരെ പൈസ ഓരോ മാസം കൊടുക്കുന്ന പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കണം. ഇതിന് ആരും മരണപ്പെട്ടത് എങ്ങനെ മരണപ്പെട്ടു, അവർ അംഗത്തുണ്ടായിരുന്ന ആളാണോ, അതിൽ പൈസ അടച്ചിരുന്ന എല്ലാ ഡീറ്റെയിലും സംസ്ഥാന കമ്മിറ്റി എത്തിയ ശേഷമാണ് ഇത് അപ്രൂവൽ ചെയ്യുള്ളൂ. അതിനൊരു കമ്മിറ്റിയും കാര്യങ്ങളും വേറെ ഉണ്ട് സംസ്ഥാനത്ത്, കോർ കമ്മിറ്റി വന്നത് ഈ സുരക്ഷയ്ക്ക്. അപ്പോൾ ആ രീതിയിൽ പേപ്പേഴ്സ് വന്നാൽ ഇപ്പം നമ്മൾ പാലക്കാട് ജില്ലയിൽ രണ്ടാൾ മരണപ്പെട്ടിട്ടുണ്ട്. അതിലൊരാൾ നമ്മൾ കൊടുക്കലേക്കും. അങ്ങനെ മൊത്തം 19 ആൾ മരണപ്പെട്ട 6 ആൾ പൈസ നമ്മൾ കൊടുക്കലേക്കും. അപ്പോൾ 60 ലക്ഷം കൊടുക്കും. ഇനിയും ഒരു 1 കൊടുക്കാൻ ബാക്കി. അത് പേപ്പേഴ്സ് ക്ലിയർ നമ്മൾ കൊടുത്തുകൊണ്ട് 10 മാസം ഒന്നുണ്ട്, അതിന് 10 മാസം ഒന്നുണ്ട്, ആ രീതിയിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് മറ്റുള്ള സംഘടനകളും നോക്കിയാണ് നമ്മുടെ സംഘടന അത്രയും വിപുലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനേക്കാളും സുതാര്യത ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹെൽത്ത് ക്യാമ്പിന്റെ ഉദ്ഘാടനം പട്ടാമ്പി നഗരസഭ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടിയും ജലപരിശോധന വൈസ് പ്രസിഡന്റ് TP ഷാജിയും നിർവഹിക്കും. കൂടാതെ ആരോഗ്യ വിഭാഗം ഫുഡ് ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരുടെ മാർഗനിർദ്ദേശങ്ങളും ഉണ്ടാവും. ഹെൽത്ത് കാർഡും ജലപരിശോധനയും വേണ്ടവർ ക്യാമ്പ് പ്രയോജനപ്പെടുത്തണമെന്ന് പ്രസിഡന്റ് M സൈനുദ്ദീൻ, സെക്രട്ടറി V മോഹൻദാസ്, ട്രഷറർ വെങ്കിടാചലം, P സുബൈർ, PP മുഹമ്മദ് റിയാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.